ഹായ് നമസ്കാരം. വീണ്ടും ചാനൽ EFTയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം ചിക്കൻ കുൽഫി ചിക്കൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കബാബ് ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ കബാബ് കുൽഫി എന്നൊക്കെ പറയും. അപ്പോൾ ഇതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചിക്കൻ കബാബ് കുൽഫി ചിക്കനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ കുൽഫി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഇത് പരിചയപ്പെടാം, എന്തെല്ലാം ഐറ്റംസ് വേണം എന്നുള്ളത്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്, മിൻസ് ചെയ്തെടുക്കണം നമുക്ക്, എന്ന് വെച്ചാൽ മിക്സിയിൽ നിറച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത്, കുരുമുളക് പൊടി, കോൺഫ്ലോർ, മൈദ. ക്യാരറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും ഇത് ചേർക്കാറില്ല, പക്ഷേ കുൽഫി ചിക്കനിൽ ഇത് മസ്റ്റായിട്ട് ചേർക്കണം. അതേപോലെ തന്നെ ചേർക്കേണ്ട മറ്റൊരു ഐറ്റമാണ് സോയാ സോസ്. ഇത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കണം. ഉപ്പ് മറക്കരുത് കേട്ടോ, ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്, മുട്ട, പിന്നെ മല്ലിയില, മോസറല്ല ചീസ്, അമൂൽ ബട്ടറും മോസറല്ല ചീസും നമുക്ക് ഇതിനകത്ത് അത്യാവശ്യമുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഇതിലാണ് ഈ കുൽഫി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുൽഫി ഉണ്ടാക്കുന്നത്. ആദ്യമായി നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്ന ഒരു ജാർ, അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഈ ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജാറിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതേപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ഒരു 3 ബ്രെഡ് നമ്മളിതിനകത്ത് ഇങ്ങനെ പിച്ചി ഇതിനകത്ത് ഇടുകയാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് 3 ബ്രെഡ് നമ്മളിതിനകത്തേക്ക് ഇടുന്നു. ഏകദേശം ജാറ് നിറഞ്ഞു കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതങ്ങ് ശരിയായിക്കോളും, താഴ്ന്ന് പൊക്കോളും. പിന്നെ ക്യാരറ്റ് ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഡാർക്ക് സോയാ സോസ്. അത് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നു. 1 ടീസ്പൂൺ, കണക്ക് തെറ്റിപ്പോരുത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു കീമയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ക്രീം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറച്ച് മൈദാമാവ് ചേർക്കാം. മൈദാമാവ് ചേർക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ, ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടീസ്പൂൺ മൈദ നമ്മളിതിനകത്ത് ചേർക്കുന്നു. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ അതിനകത്ത് ചേർക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുൽഫി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളെ മിക്സർ റെഡിയാണ്. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം. വെള്ളമില്ലാതെ അരച്ചെടുത്ത ചിക്കനും ആ മിക്സ് ഞാൻ കാണിച്ചിരുന്നു. ഇത് അമൂൽ ബട്ടറാണ്, അമൂലിൻ്റെ ബട്ടറാണ്. ഇത് ഇളക്കിയെടുത്ത് 2 പീസായിട്ട്, 2ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് അവിടെ. ഈ ബട്ടർ നമ്മൾ ഈ കുൽഫി സ്റ്റിക്കിലേക്ക് നമ്മൾ കുത്തും. ഇതുണ്ടല്ലേ, ഇങ്ങനെ കുത്തും ഇതിനകത്തോട്ട്. അതിനുശേഷം ഇതിലിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കും.
ഈ ബട്ടറിനകത്തിരിക്കുമ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. ബട്ടർ എന്ന് പറയുമ്പോൾ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം കുൽഫി ടൈപ്പിൽ നമ്മളിങ്ങനെ ഇത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാത്തിലും നമ്മളിതുപോലെ ബട്ടർ വെച്ച് ഇങ്ങനെ കുൽഫി പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ കുൽഫി സ്റ്റിക്കിൽ നമ്മളെ മിക്സ് മുഴുവൻ സെറ്റ് ചെയ്ത് അകത്ത് ബട്ടറൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ ഒരു 3 മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. നല്ലോണം ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. എല്ലാ സൈഡിലും നല്ലോണം വരത്തക്ക രീതിയിൽ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുൽഫി റെഡിയാക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു, അത് ചൂടായി. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് വെച്ച ആ കുൽഫീനകത്തേക്ക് വെക്കുകയാണ്. ഒരു 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം ആദ്യം. പിന്നെ ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇത് ഉടനെ ഇളക്കണ്ട. ഉടനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബ്രെഡ് ക്രംസും ബ്രെഡിൻ്റെ ആ പൊടിയും അതൊക്കെ ചിലപ്പോൾ ഇളകി എണ്ണയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിനെ തിരിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. കാരണം നല്ലൊരു ക്വാണ്ടിറ്റിയാണ് നമ്മളിതിനകത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നല്ലൊരു ക്വാണ്ടിറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെന്ത് വരണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളത് വേവിച്ചെടുക്കണം. ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോവും, അകത്ത് വേവത്തുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ബട്ടർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടർ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് ഫ്രൈ ആയതിനു ശേഷം ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും ഈ സാധനം. ചിക്കൻ കബാബ് കുൽഫി ചിക്കൻ എന്ന് പറയും, ഐസ്ക്രീം ചിക്കൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേവട്ടെ. 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് തിരിച്ചിടാം. ഇത് ചെയ്യുമ്പോൾ വളരെ സാവകാശം ചെയ്യണം. ഒരുവിധം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് കുക്കാവണം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വേവും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റത്തെ വേവായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചിട്ട് ആ സൈഡ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടുകയാണ്. ഒന്നുകൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി. ഓക്കെ, അപ്പോൾ ചിക്കൻ കുൽഫി കബാബ് റെഡിയാവും. നമുക്ക് സോസ് ഉപയോഗിച്ച് കഴിക്കാം. ചില്ലി സോസോ ടൊമാറ്റോ ചില്ലി സോസോ ടൊമാറ്റോ സോസോ കെച്ചപ്പൊക്കെ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം. കുൽഫി കബാബ് ചിക്കൻ. ഒരു രക്ഷയില്ല.
സൂപ്പർ. ഓക്കെ, കുൾഫി കബാബ് ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്യൂ.